1996 ഡിസംബർ 12 വൈകിട്ട് 6:40 സമയം ഹരിയാനയിലെ ചാർക്കി ദാദ്രി എന്ന സ്ഥലത്തെ ആകാശത്ത് ഒരു വലിയ തീഗോളം പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അതിൻ്റെ കാരണമറിയാൻ അവിടുത്തെ ഗ്രാമവാസികൾക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. കത്തിയ നിലയിൽ ഫ്ലൈറ്റുകൾ ഗ്രാമങ്ങളിലേക്ക് തകർന്നു വീണു. രാജ്യം കണ്ട ഏറ്റവും ഭീതിജനകമായ ഒരു വിമാനാപകടമായിരുന്നു അത്. വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടും വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്താണ് കസാഖ് കോക്പിറ്റിൽ അന്ന് സംഭവിച്ചത്? ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും സൗദിയിലേക്ക് പുറപ്പെട്ട SV763 എന്ന സൗദി എയർലൈൻസ് വിമാനം കൃത്യം 6:30 തന്നെ ടേക്ക് ഓഫ് ചെയ്തിരുന്നു. 6:32 ഡൽഹി കൺട്രോൾ റൂമിൽ നിന്നും അവർക്ക് വേണ്ടി നിർദ്ദേശം കൊടുത്തു. മറ്റൊരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെന്നും നിങ്ങൾ 14,000 അടി ഉയരം ക്രമീകരിക്കണമെന്നുമായിരുന്നു ആ നിർദ്ദേശം. അതേസമയം തന്നെ കസാക്കിസ്ഥാനിൽ നിന്നും ഡൽഹിയിലേക്ക് വരുന്ന കസാക്കിസ്ഥാൻ എയർലൈൻസ് 15,000 അടി ഉയരത്തിലെത്തിയതായി കസാഖ് പൈലറ്റ് റോബർട്ടോവിച്ചിൻ്റെ മറുപടിയും എത്തി. ഡൽഹിയിൽ നിന്നും 137 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ആ സമയം കസാഖ് എയർലൈൻസ് ഉണ്ടായിരുന്നത്. അടുത്തൊരറിയിപ്പുണ്ടാവുന്നതുവരെ ഇതേ ഉയരം തുടരാൻ 2 പൈലറ്റ്മാർക്കും ഡൽഹി കൺട്രോൾ റൂമിൽ നിന്നും നിർദ്ദേശം കൊടുത്തു. ഡൽഹി കൺട്രോൾ റൂമിൽ നിന്നും അപ്രോച്ച് കൺട്രോളർ VK ദത്തയുടെ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിരുന്നു. എന്നാൽ അല്പസമയത്തിനകം ഈ 2 ഫ്ലൈറ്റുകളും ദത്തയുടെ നിരീക്ഷണത്തിൽ നിന്നും അപ്രത്യക്ഷമായി. വീണ്ടും കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഇതേ റൂട്ടിലുള്ള ഒരു അമേരിക്കൻ എയർഫോഴ്സ് കാർഗോ വിമാനത്തിൽ നിന്നും ദത്തയ്ക്ക് ഒരു സന്ദേശം ലഭിച്ചു. ആകാശത്ത് ഒരു തീഗോളം കണ്ടതായും എന്തോ അപകടം നടന്നതായി സംശയിക്കുന്നുണ്ടെന്നുമായിരുന്നു ആ സന്ദേശം. എന്നാൽ ആ സംശയം ശരിയായിരുന്നു. ഡൽഹിയിൽ നിന്നും 100 കിലോമീറ്റർ മാത്രം അകലെ ഹരിയാനയിലെ ചാർക്കി ദാദ്രിയുടെ ആകാശത്ത് വെച്ച് 2 ഫ്ലൈറ്റുകളും തമ്മിൽ കൂട്ടിയിടിച്ചിരിക്കുന്നു. ലോകത്തിൽ തന്നെ ഇന്നേ വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന കൂട്ടിയിടിയായിരുന്നു അത്. കസാഖ് വിമാനത്തിൻ്റെ ഇടത് ചിറക് സൗദി ഫ്ലൈറ്റിൻ്റെ വാലിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 ഫ്ലൈറ്റുകളും കത്തിയമർന്ന് ഗ്രാമങ്ങളിലേക്ക് തകർന്നു വീണു. പൊള്ളലേറ്റ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കിലോമീറ്ററോളമാണ് ചിന്നിച്ചിതറിയത്. പാസ്പോർട്ടുകൾ, ഭക്ഷണ ബാഗുകൾ, സ്ലീപ്പറുകൾ, കളിപ്പാട്ടങ്ങൾ, തുറന്നതും അല്ലാത്തതുമായ സൂട്ട് കേസുകൾ, വിമാന സീറ്റുകൾ, പൊട്ടിപ്പൊളിഞ്ഞ അവശിഷ്ടങ്ങളും മറ്റും 3 കിലോമീറ്ററോളം ചിതറിയ നിലയിലായിരുന്നു. ഈ കൂട്ടിയിടിയിൽ അന്ന് പൊലിഞ്ഞത് 349 ജീവനുകളായിരുന്നു. 2 ഫ്ലൈറ്റിലുമായി ആരും തന്നെ ജീവനോടെ ബാക്കിയായില്ല. നേരം ഇരുണ്ടു തുടങ്ങിയതോടെ വയലിലേക്ക് ചിതറി വീണ വിമാനാവശിഷ്ടങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനവും ദുഷ്കരമായി. നാട്ടുകാരും പോലീസുകാരുമെല്ലാം ഉണ്ടായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളിൽ പരിമിതമായ ആ ഗ്രാമപ്രദേശങ്ങൾ രക്ഷാപ്രവർത്തനം വളരെ വൈകിപ്പിച്ചു. എങ്കിലും സൈന്യവും സുരക്ഷാ സൈന്യവുമൊക്കെ എത്തിയതിനു ശേഷം രക്ഷാപ്രവർത്തനം വേഗത്തിലായി. 3 രാത്രിയും 3 പകലും നടത്തിയ തിരച്ചിലിനൊടുവിൽ 298 മൃതദേഹങ്ങളും ചില ശരീരഭാഗങ്ങളും മാത്രമാണ് കണ്ടെത്താനായത്. 51 പേരെ കണ്ടെത്താനായില്ല. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളിൽ നിന്ന് 118 പേരെ തിരിച്ചറിയുകയും ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒരു വലിയ കുഴിയൊരുക്കി ഒരുമിച്ച് മറവ് ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ മൃതദേഹം സംസ്കരിക്കുന്നതിലും പിന്നീട് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായി. വിവിധ മതവിഭാഗങ്ങളെ ഒരുമിച്ച് മറവ് ചെയ്യുന്നതിൽ പലരും എതിർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 3 വലിയ കുഴിയൊരുക്കി ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നിങ്ങനെ മതം തിരിച്ചായിരുന്നു സംസ്കരിച്ചത്. പട്ടിക നോക്കി ഏകദേശ ധാരണയിലായിരുന്നു മൃതദേഹങ്ങൾ തരംതിരിച്ചത്. സൗദി ഫ്ലൈറ്റിൽ ഭൂരിഭാഗവും ഗൾഫിലേക്ക് ജോലിക്കായി പോകുന്നവരും കസാഖ് ഫ്ലൈറ്റിലാവട്ടെ ഡൽഹിയിലേക്ക് വാണിജ്യാവശ്യത്തിന് വരുന്നവരുമായിരുന്നു. കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും എങ്ങനെയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന ചോദ്യം പിന്നെയും ബാക്കിയായി. കസാഖിസ്ഥാൻ ക്രൂവിൻ്റെ പിഴവാണ് അപകട കാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും ലാൻഡിങ്ങിന് തയ്യാറെടുക്കുന്ന കസാഖ് വിമാനം 15,000 അടി നിലനിർത്താൻ നിർദ്ദേശം നൽകിയിട്ടും എന്തുകൊണ്ടായിരിക്കാം 14,000 അടിയിലേക്ക് താഴ്ത്തിയത്? കൂടാതെ 15,000 അടി എത്തിയതായി കസാഖ് പൈലറ്റ് മറുപടി സന്ദേശം അയക്കുമ്പോഴും യഥാർത്ഥത്തിൽ വിമാനം 16,000 അടി ഉയരത്തിലായിരുന്നുവെന്നും പിന്നീടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് പൈലറ്റിന് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി വന്നത്? വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടും എന്താണ് കസാഖ് കോക്പിറ്റിൽ അന്ന് സംഭവിച്ചത്? കസാഖ് പൈലറ്റുമാർക്ക് ഇംഗ്ലീഷ് ഭാഷ വൈദഗ്ധ്യം കുറവായതുകൊണ്ട് സൗദി എയർലൈൻസിൻ്റെ 14,000 അടി ഉയരം അവരുടെ സ്വന്തം ഉയരമാണെന്ന് അനുമാനിച്ചിരിക്കാമെന്നും, അല്ലെങ്കിൽ ഉയരം മീറ്റർ കണക്കിലും ഓടേണ്ട ദൂരം കിലോമീറ്റർ കണക്കിലുമാണ് കസാഖ് പൈലറ്റുമാർ അക്കാലത്ത് കണക്ക് കൂട്ടിയിരുന്നത്. അതിൽ വല്ല ആശയക്കുഴപ്പമുണ്ടായിരിക്കാമെന്നും കരുതപ്പെടുന്നു. കാരണം ഇന്ത്യ അടക്കം മിക്ക രാജ്യങ്ങളിലും ഉയരം അടിക്കണക്കായും ദൂരം നോട്ടിക്കൽ മൈലായും വ്യോമ നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ക്യുമുലസ് മേഘങ്ങളുടെ തീരത്ത് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ മുഴുകിയിരുന്ന പൈലറ്റിന് ശ്രദ്ധയിൽ വ്യതിചലനമുണ്ടാവാനുള്ള സാധ്യതയും അനുമാനിക്കപ്പെടുന്നു.
അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. 231 പേർ, 18 സൗദികൾ, 9 നേപ്പാളികൾ, 3 പാകിസ്ഥാനികൾ, 2 അമേരിക്കക്കാർ. ബ്രിട്ടൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഓരോരുത്തരും, ഇന്ത്യക്കാരിൽ മലയാളികളും ഉൾപ്പെട്ടിരുന്നു. ചാർക്കിദാദ് വിമാനാപകടം വ്യോമയാന മേഖലയിൽ പല മാറ്റങ്ങൾക്കും വഴിവെച്ചു. ഡൽഹിയിൽ അന്ന് നിലനിന്നിരുന്ന വിമാനങ്ങളുടെ ഉയരം അളക്കാൻ കഴിയാത്ത റഡാർ സിസ്റ്റം ഈ അപകടശേഷം നവീകരിച്ചു. അതുപോലെ തന്നെ ഡൽഹിയിൽ വിമാനങ്ങൾക്ക് വരുന്നതിനും പോകുന്നതിനും പ്രത്യേകം എയർ കോറിഡോറുകൾ തയ്യാറാക്കി. ആഗോളതലത്തിൽ വ്യോമയാന മേഖലയിൽ ഇംഗ്ലീഷ് പ്രാവീണ്യം നിർബന്ധമാക്കിയതും എല്ലാ വിമാനങ്ങൾക്കും ട്രാവൽ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം നടപ്പിലാക്കിയതും ഈ അപകടത്തെ തുടർന്നായിരുന്നു. സുരക്ഷയിലും കാര്യക്ഷമതയിലും വ്യോമഗതാഗതം മറ്റെല്ലാ ഗതാഗത സംവിധാനത്തേക്കാൾ മുന്നിലാണെങ്കിലും ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന പാളിച്ചകൾ വലിയ അപകടങ്ങൾക്കും വലിയ മരണനിരക്കുകൾക്കും കാരണമാവാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ചാർക്കിദാദ്രി വിമാനാപകടം നടന്ന് ഇന്നേക്ക് 30 വർഷത്തോടടുക്കുമ്പോൾ ഇന്നും വിമാനാപകടത്തിൽ പൊലിഞ്ഞവരുടെ ഓർമ്മക്കായി അവരുടെ കുഴിമാടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്.